Hello guys, welcome back to Pretty Tales. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് നമ്പർ 5 ഓഫ് സ്കിൻ കെയർ സീരീസ് ആണ്. ആൻഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ചൂസ് ദ റൈറ്റ് മോയ്സ്ചറൈസർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന മോയ്സ്ചറൈസർ വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണുള്ളതെങ്കിൽ ഒന്നല്ലെങ്കിൽ ക്രീം ബേസ്ഡ് അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ആ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണുള്ളതെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫേസിൽ അധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ഒരു ഗ്രീസി ലുക്ക് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഓവർ സെൻസിറ്റീവ് അല്ല, ഒരു മാനേജബിൾ കൈൻഡ് ഓഫ് സെൻസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും മിനിമൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സൂത്തിങ് കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ എപ്പോഴും ജെൽ ബേസ്ഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ചില പാർട്സ് ഓഫ് ദ ഫേസ് ഓയിലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രീം ബേസ്ഡ് യൂസ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ആ ഭാഗം മാത്രം ഒരു ഗ്രീസി ലുക്കിലിരിക്കും. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ്. ഇനി നിങ്ങൾക്ക് നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഫേസിന് ഹൈഡ്രേഷൻ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് മോയ്സ്ചറൈസർ. അപ്പോൾ നമ്മുടെ ഫേസിന് ഹൈഡ്രേഷൻ കിട്ടിയില്ലെങ്കിൽ അത് കൂടുതൽ ഡ്രൈ ആവുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് അതുപോലെ തന്നെ ഓവറായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഗ്രീസി ലുക്കിലേ വരുള്ളൂ. ഈവൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും ഓവർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കുക. ഒരു കോയിൻ സൈസ്ഡ്, അതാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനുള്ള അളവ്. ഒരു കോയിൻ സൈസ്ഡിൽ വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. പിന്നെ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളിത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. ബൈ ഗൈസ്, ലവ് യു.